അപ്പൊ നമ്മുടെ ഇന്നത്തെ അടുത്ത കസ്റ്റമർ എന്ന് വെച്ചാല് നമ്മുടെ തലസ്ഥാനത്ത് നിന്നാണ് കേട്ടോ, തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുന്നതാണ്. ഒരു കുഞ്ഞു കുട്ടിയാണ്. നമുക്ക് തലയുടെ കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്ന് കാണാം. എവിടെ എന്റെ ടെലികോം? ആഹാ, ഇത് കാണാൻ പറ്റത്തില്ല. ചടയും എങ്ങനെ എടുക്കും? എന്ത് വാവ മുടി നോക്കി കെട്ടിക്കത്തില്ല നീ? വാവച്ചി വാവച്ചിയേ വാവേ ഇങ്ങോട്ട് നോക്ക്. മുടി തൊടിക്കത്തില്ല അമ്മയെ കൊണ്ടൊന്നും. നോക്കി തലയെല്ലാം പൊട്ടി നോക്ക്. ഇത് എനിക്കൊന്നും കാണിക്കാൻ പറ്റത്തില്ലടി. ഓ ചെവിയെല്ലാം പൊട്ടിയണേ. മോളെ നീ നോക്ക്, മുടി എന്താ ഈരിപ്പിക്കാത്തെ? അതുകൊണ്ടല്ലേ ഇങ്ങനെ നോക്കിയ തല. തലയെല്ലാം പൊട്ടി, തല മൊത്തം പൊട്ടിയിട്ട് നോക്കി അത്രയും ഭാഗത്തെ മുടി വരെ പോയി. കണ്ടോ കുഞ്ഞിൻ്റെ? ഇതെന്താ ചെയ്യുക? ഇത് വല്ലാത്തൊരവസ്ഥയാണ്. ഇത് നോക്ക്, ഇത് കണ്ടോ? ഇത് കണ്ടോ? ചെവി നോക്കിയ പൊട്ടി. ഇത് ഫുള്ള് ജട കേട്ടോ, ഒന്നുമില്ല. ഇത് എന്തോ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം വെച്ചാൽ ഇത് മൊത്തം ജടയാണ്. ഇത് എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങുമെന്ന് പോലും ഒരു ഐഡിയ ഇല്ല. മോളെ നോക്ക്, കുറേ നേരം ഇരിക്കേണ്ടി വരും. ഇരിക്കുവാ? ഇരുന്ന് ഇത് മൊത്തം മാറ്റി തരാം, ക്ലിയർ ആക്കി തരാം. ഇരിക്കുവാ? കരയരുത്, ഇവിടെ ഇരിക്കണം കേട്ടാ. തുടങ്ങട്ടെ? ഇതെനിക്ക് ഇത് 2 സ്ഥലം കെട്ടിയിട്ട് പിന്നെ അഴിച്ചിട്ടില്ലേ? എന്തുവാ ഇത്? ചിരിക്കാനല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചത്. 2 സ്ഥലം കെട്ടിയിട്ട് അങ്ങനെ വെച്ച് അല്ലേ? അല്ല ഇങ്ങനെ കെട്ടിയതാ? പിന്നെ അഴിച്ചിട്ടില്ല? ഇല്ല, പിന്നെ അഴിച്ചിട്ടേ ഇല്ല. മുടി സ്കൂളിൽ പോകുന്നുണ്ടോ വാവാ? മുടി ആര് കെട്ടിത്തരും? ഉമ്മ കെട്ടിത്തരുവാ? എങ്ങനെ കെട്ടുവോ? ജടക്കകത്ത് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കെട്ടുവോ? ഇതാണ് മോളെ എപ്പോഴത്തെ ഈ ഹെയർ സ്റ്റൈല്. ഇതിനൊരു മാറ്റം വരുത്തണ്ടേ നമുക്ക്? വേണ്ടേ? അപ്പൊ നിങ്ങളെല്ലാം കണ്ടതുപോലെ തന്നെ കുഞ്ഞിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ പരിതാപകരമാണെന്ന് വെച്ചാൽ എനിക്കിത് എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഞാൻ മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. എനിക്കില്ല വണ്ടർ പോയി ഇരിക്കുമോ ഞാൻ, കിളി പാറവെന്നൊക്കെ പറയത്തില്ല, ആ ഒരു അവസ്ഥയിലാണ്. കാരണം വെച്ചാലേ ഇങ്ങനെ ഇരിക്കുമോ മുടി ജട പിടിച്ചിട്ട്, അത് അവിടെ നിന്ന് അനങ്ങോ ഇല്ലയോ ഒന്നും എനിക്കറിയത്തില്ല. തല നിറച്ച് ഡാൻഡ്രഫുണ്ട്, പേനുണ്ട്, ഈരുണ്ട്. പോരാത്തന്നെ കുഞ്ഞിൻ്റെ തല മൊത്തം പൊട്ടിയിരിക്കുകയാണ്. തല മാത്രമല്ല ചെവി, പെടലി എല്ലാം പൊട്ടിയിരിക്കുകയാണ്. ഒക്കെ ഒരു പിടുത്തമില്ല. കുഞ്ഞു കൊച്ചിനാണ്. ഇരിക്കുമെന്ന് അവള് പറയുന്നുണ്ട്. കുഞ്ഞിൻ്റെ ഹെയർ സ്റ്റൈൽ ഇതാ, എക്കാലത്തെ ഹെയർ സ്റ്റൈൽ ഇതാ, കുടുമി കെട്ടി വെച്ചേക്കുന്ന. ചിരിക്കല്ലോ, സീരിയസ് ആയിട്ട് പറയണം. അതാണ്. അപ്പൊ അതിന് നമുക്കൊരു മാറ്റം വരുത്തി കൊടുക്കണം. എനിക്ക് പറ്റും പറ്റണം. ജയിക്കും നമ്മളെ ജയിപ്പിക്കത്തില്ലേ? ഇരിക്കുമല്ലോ.
അപ്പൊ എന്ന് വെച്ചാല് നമ്മുടെ മോടെ മുടി എനിക്ക് വകുക്കാനോ വെച്ച് ഇത് ഒന്നിനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തത്തിൽ ക്രീം എടുത്ത് അങ്ങ് പൊത്തി പുതിയൊരു ഹെയർ സ്റ്റൈൽ കൊടുത്ത്. കണ്ട, അവളുടെ ജീവിതത്തിൽ രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ ആയിരിക്കും ഇത്. കാരണം ആദ്യത്തെ ഹെയർ സ്റ്റൈൽ നിങ്ങൾ കണ്ടല്ലോ, അതാണ് അവിടെ പെർമനന്റ് ഹെയർ സ്റ്റൈൽ. അതാണ് അവിടെ ഹെയർ സ്റ്റൈൽ. അത് ഞാൻ മാറ്റി വേറെ രണ്ടാമതൊരു ഹെയർ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് മൊത്തം ക്ലിയർ ആക്കിയിട്ട് ഇവക്ക് വേറെ പുതിയ 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 ഹെയർ സ്റ്റൈൽ ചെയ്ത് ഇവളുടെ ഭംഗി ഇവളെ തന്നെ കാണിക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാലത് അല്ലേ പറയത്തില്ല. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ തലസ്ഥാനത്തു നിന്ന് വന്നത്, അതായത് തിരുവനന്തപുരത്തു നിന്ന് വന്ന നമ്മുടെ കുഞ്ഞു കുട്ടിയുടെ മുടി നമ്മൾ അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ കറണ്ട് പോയി, മഴയാണ് പുറത്തതുകൊണ്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഡ്രയറൊന്നും ചെയ്യാൻ പറ്റില്ല. കുഞ്ഞൊരു ഹെയർ കട്ടൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടോ, ഇനിയിപ്പോൾ ഡാൻഡ്രഫാണുള്ളത്. പെയിനും ഈരും ഒക്കെ പോയി. നോക്ക്, നിങ്ങൾ നേരത്തെ കണ്ട ജട കണ്ടോ, ഒരെണ്ണം പോലും ഇല്ല. കണ്ടോ, മൊത്തം സെറ്റാണ്. പക്ഷേ അതിൽ കറണ്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാക്കായിരുന്നു. ഇതുള്ളൂ. ഇനി ഇത് ഉണങ്ങണം. പിന്നെ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇവിടെ എല്ലാം പൊട്ടിയിരിക്കുമോ. സുന്ദരി കുട്ടിയേ, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അപ്പോൾ അവൾ ഹാപ്പിയാണ്. അവളെ ഇങ്ങനെ ഒരു ഇതിൽ ആ ഒരു കണ്ടീഷനിൽ നിന്ന് ഇങ്ങനെ എത്തിച്ചത് ഞങ്ങൾ ഹാപ്പിയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഒരു മുടി പോലും കെട്ടാൻ കുഞ്ഞിന് പറ്റത്തില്ലായിരുന്നു. അതൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അടുത്ത കസ്റ്റമർ വെയിറ്റിംഗ് ആണ്. അപ്പോൾ കാണാം, ബൈ. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ യൂറോപ്യൻ കുട്ടി ഇവിടെ ഇരിക്കുന്നത്. യൂറോപ്യൻ കുട്ടി എന്ന് വെച്ചാൽ ഇന്നലെ വന്നതാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെയാണ്. എനിക്ക് ഫസ്റ്റ് സിറ്റിംഗ് ഒന്നും അത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്കും ഉണ്ടായിരുന്നു. കാരണം കേരളത്തിലൊന്നും പെയിൻ ഇല്ലാത്ത പോലെയാണ് അവൾ യൂറോപ്പിൽ നിന്ന് കേരളത്തിലേക്ക് പെയിൻ ഇറക്കുമതി ചെയ്യുന്നത്. സത്യം, ഇരുന്ന് കുണുങ്ങി ചിരിക്കുക. ചിരിക്കണ്ട, നിന്നെ കുറിച്ച് തന്നെ ഞാൻ ഈ പറയുന്നത്.